ഹായ് ദിസ് ഈസ് യഷാദ് അലി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി ടിയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്മിങ് എക്സാം സി എ ഇന്റർ സി എം എ ഇന്റർ സി എസിന്റെ ഒക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള മെയ് 2026 ജൂൺ 2026 എക്സാമിനും സെപ്റ്റംബർ 2026 എക്സാമിനും ഡിസംബർ 2026 എക്സാമിനും അതായത് അപ്കമിങ് എല്ലാ എക്സാംസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡി ടിയുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള അമെന്റ്മെന്റ്സ്. ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് ഈ വീഡിയോക്ക്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ എ ടു സെറ്റ്, അതായത് നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ വേണ്ട എല്ലാ അമെന്റ്മെന്റ്സും ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി കാണുക ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നത് ബേസിക് കൺസെപ്റ്റ് തന്നെ തുടങ്ങുന്നത്. നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് ഇത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളത്. ബേസിക് കൺസെപ്റ്റിൽ വരുന്ന അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ലാബ് റേറ്റിൽ അമെന്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ സ്ലാബ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ന്യൂ റെജീമിലെ, അതായത് ഡിഫോൾട്ട്, ഇപ്പൊ ന്യൂ റെജീം എന്ന് പറയൂല, ഡിഫോൾട്ട് റെജീമിലെ സ്ലാബ് ചേഞ്ച് ആയിട്ടുണ്ട്. ഡിഫോൾട്ട് റെജീമിലെ സ്ലാബ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ 3 lakh എന്നുള്ളതിന് പകരം ഇപ്പോൾ 4 lakh ആണ്. 4 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24 ആൻഡ് അബൌട്ട് 24. ദെൻ അപ്പോൾ 5, 10, 15, 20, 25, 30 ഈ ഒരു സ്ലാബിലാണ് വരുന്നത്. പഠിച്ചു വെച്ചോ, ഇത് മാറരുത്. അങ്ങനെ പല ആൾക്കാരുടെ മൈൻഡ് സെറ്റിലും പഴയ സ്ലാബ് ആയിരിക്കും ഉണ്ടാവുക, മാറരുത്. ബേസിക് എക്സംഷൻ ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫോൾട്ട് റെജീമിൽ 4 lakh തന്നെയാണ്. അതിപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിലും സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിലും എല്ലാവർക്കും 4 lakh തന്നെയാണ്. നേരെ മറിച്ച് നമ്മുടെ ഓൾഡ് റെജീമിൽ പണ്ട് ഉള്ള പോലെ തന്നെ ബേസിക് എക്സംഷൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 lakhും സൂപ്പർ സീനിയർ ആണെങ്കിൽ 5 lakhും ഒക്കെ അതേപോലെ തന്നെയാണ്. നോർമൽ റെജീം മാറ്റമൊന്നുമില്ല. പിന്നെ നോർമൽ റെജീമിലെ 5 lakh റിബേറ്റ് 12,500 അവിടെ റിബേറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, പക്ഷേ ന്യൂ റെജീമിൽ റിബേറ്റിന്റെ പ്രൊവിഷൻ മാറിയിട്ടുണ്ട്. റിബേറ്റ് നമുക്ക് 12 ലക്ഷം വരെ കിട്ടും. അതായത് 60,000 ടാക്സ് എമൗണ്ടോ വിച്ച് എവർ ഈസ് ലോവർ വരെ നമുക്ക് എന്ത് കിട്ടും? റിബേറ്റ് ആയിട്ട് കിട്ടും. സോ അപ് ടു 60,000 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അപ് ടു 12 lakh ഇൻകം വരെ നമുക്ക് റിബേറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ റിബേറ്റിന്റെ റിലീഫും പഴയതുപോലെ തന്നെ പണ്ടുള്ള 7 lakhന്റെ റിബേറ്റ് എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ റിബേറ്റ് പോലെ തന്നെ ഇപ്രാവശ്യം അവൈലബിൾ ആണ്. അതായത് റിബേറ്റിന്റെ അബൌവ് 7 lakh പോയി കഴിഞ്ഞാലും വിൽ ഗെറ്റ് റിബേറ്റ് അപ് ടു ആ ഒരു ചെറിയൊരു റിലീഫ് കിട്ടും. ആ റിലീഫിന്റെ കാൽക്കുലേഷനും സെയിം പഴയതുപോലെ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു പ്രൊവിഷൻ ചെയ്ത് കാണിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 12,50,000 ആണെന്ന് കൂട്ടാം. 12,50,000. ഓക്കെ, 12,50,000 ആണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻകം അതേപോലെ തന്നെ നമ്മളെ 12 lakhും തമ്മിലെ ഡിഫറൻസ് കാണാം. 12,50,000 മൈനസ് 12 lakh ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്ട്രാ വന്ന ഇൻകം 50,000 ആണ്. ദെൻ നോർമലി ടാക്സ് എത്രയെന്നുള്ളത് കാണാം. നോർമൽ ടാക്സ് എന്ന് പറയുമ്പോൾ 12,50,000 ടാക്സ് എത്രയെന്ന് കാണാം. 12,50,000 ടാക്സ് ഏകദേശം 50,000 എത്രയാ? 12 lakh വരെ 60,000 ആണ്. ഇനി നമ്മൾ എന്ത് നോക്കിയാൽ മതി? കാൽക്കുലേറ്റർ 50,000 15%, ദാറ്റ് ഈസ് ഈക്വൽ ടു 7,500. സോ 67,500 വരും. 67,500. സോ അത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പ് 2 ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റെപ്പ് 1 ആണെന്നുണ്ടെങ്കിൽ എന്താ റിലീഫ് പോസിബിൾ. ആ ഡിഫറൻസ്, ഈ ഡിഫറൻസ് ആണ് എന്ത് നമുക്ക് റിലീഫ് ആയിട്ട് കിട്ടുക. അപ്പൊ ഡിഫറൻസ് എത്രയാ? 67,500 മൈനസ് 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 7,500. എനിക്ക് എന്ത് ചെയ്യാം? ടാക്സ് എന്ന് കുറക്കാം. എനിക്ക് ടാക്സ് എന്ന് കുറക്കാം. അപ്പൊ ഇവിടെ എത്ര ടാക്സ് വന്നേ? ഇപ്പൊ എന്റെ ഇൻകം 12,50,000 അല്ലേ? എത്ര ടാക്സ് വന്നേ? 67,500 ആണ് എനിക്ക് ടാക്സ് വന്നത്. ഇതിൽ നിന്ന് 67,500 ടാക്സ് വന്നത്. ഇതിൽ നിന്ന് എനിക്ക് റിബേറ്റിന്റെ റിലീഫ് ആയിട്ട് 7,500 കുറച്ച് ബാക്കി 60,000 മാത്രം ഞാൻ പേ ചെയ്താൽ മതി. സോ സ്റ്റിൽ 12 lakh അബവ് പോയി കഴിഞ്ഞാലും ഐ വിൽ ഗെറ്റ് റിബേറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതായത് സ്റ്റെപ്പ് 2, അതായത് നോർമൽ ടാക്സ് ഇത് ലോവർ ആവുകയാണെങ്കിൽ, അതായത് ഇത് ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് നമ്മുടെ ഡിഫറൻസ് ഇല്ല, ഇൻകത്തിന്റെ ഡിഫറൻസും ഈ ടാക്സും നോക്കുമ്പോൾ ഈ ടാക്സ് കുറവും ഈ ഡിഫറൻസ് കൂടുതൽ, ഇൻകത്തിന്റെ ഡിഫറൻസ് കൂടുതലും ആവരുത്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 2 ഇസ് ഗ്രേറ്റർ ദാൻ സ്റ്റെപ്പ് 1 ആണെങ്കിൽ ആ ഡിഫറൻസ്, അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ ഡിഫറൻസ് എന്തായിട്ട് കിട്ടുള്ളൂ? റിബേറ്റിൽ റിലീഫ് ആയിട്ട് കിട്ടുള്ളൂ. മുമ്പ് ഉണ്ടായിരുന്ന അതേ സംഭവം തന്നെ പഴയ വീഡിയോസിലൊക്കെ ഞാനത് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പം ആ ഒരു സംഭവം പഴയ പോലെ തന്നെ ഇവിടെ 12 lakh ആയി എന്നുള്ള മാറ്റേ ഉള്ളൂ. 7 lakhന് പകരം 12 lakh ആയി. പിന്നെയുള്ള ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ ടാക്സ് റേറ്റ്, കമ്പനിയുടെ ടാക്സ് 25 തന്നെയാണ്. പക്ഷെ നമ്മൾ ആ പ്രീവിയസ് ഇയറിന്റെ കണക്കുണ്ടല്ലോ, അതായത് ഇപ്പൊ പ്രീവിയസ് ഇയർ കണക്കാക്കുന്നത് 23, 24 ആണ്. അപ്പൊ 23, 25 ഇയറിൽ 22, 23 ഓരോ ഇയർ കൂടുമ്പോൾ അങ്ങനെ മാറില്ല. 23, 24 400 കോടിക്ക് താഴെയാണെങ്കിൽ 25%. ഓക്കെ, അപ്പൊ 23, 24 400 കോടിക്ക് താഴെയാണ് എന്റെ ടോട്ടൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റിസീറ്റ്സ് ഉണ്ടെങ്കിൽ കമ്പനിക്ക് കാൽക്കുലേഷൻ വിൽ ബി ഓൺ ദി ബേസിസ് ഓഫ് 20%. ടാക്സ് റേറ്റ് വിൽ ബി 20%. പിന്നെ റിബേറ്റ് കിട്ടാത്ത ചില ടൈപ്പ് ഓഫ് ഇൻകത്തിന്റെ മുകളിൽ റിബേറ്റ് കിട്ടൂല പണ്ട്. അതായത് നോർമൽ റെജീം ആണെങ്കിൽ നമുക്ക് 112A അയ്മ എന്തെങ്കിലും റിബേറ്റ് പ്രൊവിഷൻ കാൽക്കുലേറ്റ് റിബേറ്റ് കിട്ടില്ല. ആ ഇൻകത്തിന്റെ മുകളിൽ റിബേറ്റ് കിട്ടൂല. അതേപോലെ തന്നെ നോർമൽ റെജീമിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കിട്ടും. 112A അല്ലാത്ത ക്യാപിറ്റൽ ഗെയിന്റെ 112A അല്ലാത്ത 111A അതേപോലെ 112 അതിന്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും? നമുക്ക് സ്റ്റിൽ നോർമൽ റെജീമിൽ എന്ത് കിട്ടും? ഇപ്പോഴും റിബേറ്റ് കിട്ടും. അതായത് ഇൻകത്തിന്റെ മുകളിൽ റിബേറ്റ് കിട്ടും ഇപ്പോഴും. പക്ഷേ ഡിഫോൾട്ട് റെജീമിൽ
ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 112A 111A 112 ഒന്നിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇതിന്റെ മുകളിലൊന്നും റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് ആയിട്ട് റേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, റേറ്റ് കൊടുക്കേണ്ടി വരും. ദെൽ ബി നോ റിബേറ്റ് ഫോർ ദാറ്റ് ഇൻകംസ്. ആ ഇൻകത്തിന്റെ മുകളിൽ റിബേറ്റ് കിട്ടില്ല. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ സാധനം വേണ്ടി വരും. നമ്മൾ കാൽക്കുലേഷൻ നടത്തുമല്ലോ, അതായത് ടാക്സിന്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഈ സംഭവം വേണ്ടി വരും. ഓക്കെ, ബേസിക് കൺസെപ്റ്റിലെ അമെന്റ്മെന്റ്സ് കഴിഞ്ഞു. സാലറിയിൽ വന്ന അമെന്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറിയിൽ കുറെ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്, ഇപ്പൊ ചില പെർക്യൂസിറ്റീസ് ടാക്സബിൾ ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമാണ് ചില പെർക്യൂസിറ്റി, എക്സാമ്പിൾ മോട്ടോർ കാർ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, ചീപ്പർ ഫെസിലിറ്റി, ഗാർഡനർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ ആരാണ് ഈ സ്പെസിഫൈഡ് എംപ്ലോയീസ്? ഹൂ ഈസ് ദാറ്റ് സ്പെസിഫൈഡ് എംപ്ലോയീസ്? അപ്പം സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഇതിൽ വന്ന മാറ്റം, ഈ ഒരു റെഡ് ചെയ്താണ് വന്ന മാറ്റം പറയാം. സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഹൂ ഈസ് ഓൾസോ എ ഡയറക്ടർ. കമ്പനിയിലെ ഡയറക്ടർ ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി. അത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം മതി കേട്ടോ, ഏതെങ്കിലും ഒരു തവണ ഡയറക്ടർ ആയാൽ തന്നെ മതി എംപ്ലോയി. അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ, അതായത് ആ ഒരു എംപ്ലോയി, ആ എംപ്ലോയിക്ക് ആ കമ്പനീന്റെ മുകളിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കമ്പനീന്റെ മുകളിൽ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഉണ്ട്. കൺട്രോൾ വേണമെന്നില്ല, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓണർഷിപ്പ് ഉണ്ടായാൽ മതി. അത് 20% മുകളിൽ വോട്ടിംഗ് പവർ വരുന്ന ഓണർഷിപ്പ് ഉണ്ട് വെച്ചാൽ അയാൾ എന്താ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എംപ്ലോയി. അങ്ങനെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എംപ്ലോയി ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി. ഓക്കെ, ദെൻ ലാസ്റ്റത്താണ് നമ്മളുടെ ചേഞ്ച് വന്ന കാര്യം. ഇത് ഓൾറെഡി മുമ്പുള്ള കാര്യം തന്നെയാണ്. ചേഞ്ച് വന്ന കാര്യം ഇതാണ്, ടാക്സബിൾ സാലറി, അതായത് ആ വർഷത്തെ മൊത്തം ഫ്രം ഓൾ എംപ്ലോയേഴ്സ് പുട്ട് ടുഗദർ, അതായത് എനിക്ക് എല്ലാ എംപ്ലോയീസും കൂടി കൂട്ടി മൊത്തം എന്റെ ടാക്സബിൾ സാലറി, അതായത് എന്റെ മൊത്തം സാലറി, എത്ര എംപ്ലോയീസ് ഉണ്ടോ അത്ര എംപ്ലോയീസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, എന്റെ മൊത്തം സാലറി മൈനസ് നോൺ മോണിറ്ററി പെർക്യൂസിറ്റി. നോൺ മോണിറ്ററി ആയിട്ടുള്ള എല്ലാ പെർക്യൂസിറ്റും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് സാലറി ഈസ് ഗ്രേറ്റർ ദാൻ 4 lakh ആണെങ്കിൽ ഐ എം എ സ്പെസിഫൈഡ് എംപ്ലോയി. അപ്പം എല്ലാ ടാക്സബിൾ സാലറിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? നോൺ മോണിറ്ററി പെർക്യൂസിറ്റി മൈനസ് ചെയ്യുക. കിട്ടുന്ന സാലറി ഗ്രേറ്റർ ദാൻ 4 lakh ആണെങ്കിൽ ഐ എം എ സ്പെസിഫൈഡ് എംപ്ലോയി. ഏർലിയർ ഇത് 50,000 ആയിരുന്നു, അതാണ് വന്ന ചേഞ്ച്. ഏർലിയർ ഈ ഡിഫറൻസ് 50,000 മുകളിലാണെങ്കിലാണ് സ്പെസിഫൈഡ് എംപ്ലോയി ആവുന്നത്. ഇപ്പൊ അത് 4 lakh ആക്കി ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 lakh ആണ് നമുക്ക് ആവശ്യമുള്ള സാധനം. എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാറില്ല, കാരണം ക്വസ്റ്റ്യനിൽ തരുമ്പോൾ തന്നെ ഈ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനും തരിക, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്പെസിഫൈഡ് എംപ്ലോയി ടൈക്കാരം. ഓക്കെ, സോ അത്ര ആവശ്യമുള്ള കാര്യമല്ല ഇപ്പൊ പറഞ്ഞത്. അടുത്തത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ പെർക്യൂസിറ്റ് ആണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ വന്ന ചെറിയൊരു ചേഞ്ച് ആണ്. അതായത് ഇപ്പം ഔട്ട്സൈഡ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ എക്സംപ്റ്റ് ആണ്. നമ്മൾ RBI പെർമിറ്റ് ചെയ്യുന്ന എക്സ്റ്റെന്റ് അനുസരിച്ച് വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. അപ്പം അതേപോലെ സ്പെസിഫൈഡ് പേഷ്യന്റിന്റെ കൂടെ ഒരു അറ്റൻഡന്റ് ഒപ്പം നിൽക്കുകയാണെങ്കിലും അതും എക്സംപ്റ്റ് ആണ്. ഈ ട്രാവലിൻ്റെതാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അടങ്ങുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൽ ഒന്ന് അമെന്റ്മെന്റ് മാത്രം വരാം. അപ്പൊ ട്രാവൽ സ്പെസിഫൈഡ് പേഷ്യന്റ് പ്ലസ് ഓൺ അറ്റൻഡന്റിനെ എപ്പോഴും കൊണ്ടുപോകാമല്ലോ, ഓൺ അറ്റൻഡന്റ് എപ്പോഴും കൊണ്ടുപോകാം. അപ്പം സ്പെസിഫൈഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഞാനാവാം, എന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആരൊക്കെ ആവാം? പാരന്റ്സ് ആവാം, ബ്രദർ ആവാം, ഡിപ്പെൻഡന്റ് സിസ്റ്റർ ആവാം, ചിൽഡ്രൻ ആവാം. അതാണ് 3D ഉദ്ദേശിച്ചതാണ്. ഓക്കെ, ഡിപ്പെൻഡന്റ് പാരന്റ്, ഡിപ്പെൻഡന്റ് ബ്രദർ, ഡിപ്പെൻഡന്റ് സിസ്റ്റർ. ചിൽഡ്രൻ ഈസ് ഓൾവേസ് വരും, ഡിപ്പെൻഡന്റ് അല്ലേ. സ്പൗസും വരും. അപ്പൊ സ്പെസിഫൈഡ് പേഷ്യന്റ് പ്ലസ് ഓൺ അറ്റൻഡന്റിന്റെ ട്രാവലിന്റെ കേസിലുള്ള പറയുന്ന എക്സംഷൻ എന്താണ്? എക്സംപ്റ്റ് ആവും. അതായത് മറ്റത് RBI പെർമിറ്റ് ചെയ്ത അനുസരിച്ച് എക്സംപ്റ്റ് ആണ്, മെഡിക്കൽ ട്രീറ്റ്മെന്റും സ്റ്റേയും ഒക്കെ. ഓക്കെ, അപ്പം ഈ ട്രാവലിന്റെ കേസ് പറയുന്നത് എക്സംപ്റ്റ് ഇഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എംപ്ലോയി ബിഫോർ സച്ച് പെർക്യൂസിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 lakh. ഓക്കെ, 8 ലക്ഷത്തിന്റെ താഴെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ എന്ത് കിട്ടുന്നത്. അപ്പൊ 8 ലക്ഷം അല്ലായിരുന്നു പണ്ട്, ഇത് സംതിങ് ഓർമ്മയില്ല, 2 lakh 3 lakh എന്തോ ആയിരുന്നു, 2,50,000 സംതിങ് ആയിരുന്നു. ഇത് മാറിയിട്ടുണ്ട്, 8 lakh ആയിട്ടുണ്ട്. എക്സംപ്റ്റ് ഇഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എംപ്ലോയി 8 ലക്ഷത്തിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് എക്സംഷൻ കിട്ടുക. 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എക്സംഷൻ കിട്ടൂല. ഓക്കെ, ഈ കേസ് ട്രാവലിന്റെ കേസ് ഇട്ടാ, അതായത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ 8 ലക്ഷം ലിമിറ്റ് മാറിയിട്ടുണ്ട്. ആ ലിമിറ്റ് ഒന്ന് നോക്കി നോക്കി കമ്പയർ ചെയ്യാൻ, നിങ്ങളുടെ ബുക്കിൽ തിരുത്തുക ലിമിറ്റ്. ഓക്കെ, സാലറിയിലെ അമെന്റ്മെന്റ് കഴിഞ്ഞു. ഹൗസ് പ്രോപ്പർട്ടിയിലെ അമെന്റ്മെന്റ് എന്തൊക്കെയാണ്? ഹൗസ് പ്രോപ്പർട്ടി ഒരു കുഞ്ഞു അമെന്റ്മെന്റേ ഉള്ളൂ, ഭയങ്കര സംഭവമായിട്ടുള്ള അമെന്റ്മെന്റ് അല്ല. അതായത് നമ്മളെ നമ്പർ ഓഫ് പ്രോപ്പർട്ടി, അതായത് എനിക്ക് സെൽഫ് ഒക്കുപ്പൈഡും അൺഒക്കുപ്പൈഡും ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും. അതായത് ഞാൻ റെസിഡൻസിന് യൂസ് ചെയ്യുന്ന സെൽഫ് ഒക്കുപ്പൈഡ്. അൺഒക്കുപ്പൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാത്ത, എനിക്ക് വേറെ വീടുണ്ട്, ഞാൻ യൂസ് ചെയ്യില്ല, അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടേക്കാണ് യൂസ് ചെയ്യാത്തത്. അതാണ് ഇവിടെ വന്ന അമെന്റ്മെന്റ്. പണ്ട് അൺഒക്കുപ്പൈഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെന്ന് ഈ നമ്മുടെ ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു എംപ്ലോയ്മെന്റോ ഡ്യൂ ടു ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനും, വേറെ ഒരു സ്ഥലത്ത് ഇൻ അതർ പ്ലേസ്, വേറൊരു സ്ഥലത്ത് പ്രൊഫഷനായി എംപ്ലോയ്മെന്റ് ഉണ്ടായത് കൊണ്ട് ഞാൻ ആ വീട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അൺഒക്കുപ്പൈഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അത് വെട്ടി, അത് വേണമെന്നില്ല, ഫോർ എനി റീസൺ ആക്കി. അതായത് അൺഒക്കുപ്പൈഡ് ബിക്കോസ് ഓഫ് എനി റീസൺ, അത് റീസൺ വ്യക്തമാക്കണ്ട. അതായത് റീസൺ ഫോർ നോട്ട് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് നോട്ട് ലോ എന്നുള്ളത്, അത് പ്രൊഫഷൻ കൊണ്ടോ എംപ്ലോയ്മെന്റ് മാറിക്കൊണ്ടോ ഒന്നും വേണ്ട, അൺഒക്കുപ്പൈഡ് ആണോ മതി.
അതെന്ത് കാരണമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കണ്ട. പണ്ട് അൺഒക്യുപ്പൈഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു? എംപ്ലോയ്മെന്റ് ബിസിനസ് കൊണ്ട് ഞാൻ മാറി നിൽക്കുന്നതുകൊണ്ടാണ് അൺഒക്യുപ്പൈഡ് ആയത് എന്ന് അങ്ങനെ ഒരു റീസൺ വേണമായിരുന്നു. ഇപ്പൊ ആ റീസൺ വേണ്ട, പ്രത്യേകിച്ച് ഒരു റീസൺ വേണ്ട അൺഒക്യുപ്പൈഡ് ആവാൻ. അതാണ് വന്ന ഒരു ചേഞ്ച്. രണ്ടാമത്തത്, നമുക്ക് എസ് എസ് സിക്ക് എന്ത് ചെയ്യാം? നിൽ എൻ എ വി, നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അൺഒക്യുപ്പൈഡ് അല്ലേ പ്രോപ്പർട്ടി, പക്ഷെ മാക്സിമം 2 പ്രോപ്പർട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. 2 പ്രോപ്പർട്ടിക്ക് മാത്രമേ നിൽ എൻ എ വി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്താ, നെറ്റ് ആനുവൽ വാല്യൂ 0 ആണ് എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ 2 പ്രോപ്പർട്ടിക്ക് കൂടുതൽ ഉണ്ട് വെച്ചാൽ ഒന്ന് എന്താക്കി മാറ്റണം? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ഒന്നിനെ എക്സസ് വിൽ ബി ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. അപ്പോൾ 2 കൂടുതൽ പ്രോപ്പർട്ടി എനിക്കുണ്ട് വെച്ചാലും അതിൽ ഒന്ന് എന്തായിട്ട് ആയാലും, 2 കൂടുതൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ എന്തായിട്ട് ഡീം ചെയ്യും? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് ഡീം ചെയ്യപ്പെടും. ഓക്കെ. PGBP. അപ്പോൾ ഈ പറഞ്ഞ HP-യിൽ കാര്യമായ വലിയ ചേഞ്ച് ഇല്ല. അൺഅക്വയർഡ് പ്രോപ്പർട്ടിയിലുള്ള ചേഞ്ചും മാക്സിമം 2 പ്രോപ്പർട്ടി മാത്രമാണ് നമുക്ക് നില്ലേവി ക്ലെയിം ചെയ്യാൻ പറ്റുക. മോർ ദാൻ 2 പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ ഒന്ന് അതിൽ ബാക്കിയുള്ളത് ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കും. PGBP-ലും കാര്യമായ വലിയ ചേഞ്ച് ഇല്ല. PGBP-ൽ വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിജ്വറി എക്സ്പെൻസ്, അതായത് എക്സ്പെൻസിൽ ഒരു സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തു. എന്താ വെച്ചാൽ നമ്മൾ പെനാൽറ്റി ഫൈനൊക്കെ അടക്കൂലേ? ശരിക്കും പെനാൽറ്റി ഫൈനൊക്കെ അടക്കുന്ന സെറ്റിൽമെന്റ് ഫീസ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ അലോ ചെയ്യും, എക്സ്പെൻസ് ആയിട്ട് കിട്ടും. ആ സെക്യൂരിറ്റി പെനാൽറ്റി ഒക്കെ അടച്ചത് ഈ പറഞ്ഞ സെക്ഷൻ അനുസരിച്ചാണ്, ഈ പറഞ്ഞ ആക്ട് അനുസരിച്ചാണെങ്കിൽ സെബി സെക്യൂരിറ്റി കോൺട്രാക്ട് സെറ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്, CRA, ഡെപ്പോസിറ്ററീസ് ആക്ട്, കോമ്പറ്റീഷൻ ആക്ട്, ഈ പറഞ്ഞ 4 ആക്ട് പ്രകാരം ഞാൻ വല്ല പെനാൽറ്റി ഫൈന് സെറ്റിൽമെന്റ് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ എക്സ്പെൻസ്, അതായത് പെനാൽറ്റി ഒക്കെ എനിക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് പറയുന്ന ആകെ വന്ന ചേഞ്ച്. ഓക്കെ, എന്നാ അത്ര റെലവെന്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഫൈൻ, ഓക്കെ. നെക്സ്റ്റ് MSME-യുടെ ചേഞ്ച് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. MSME മാറിയിട്ടുണ്ട്. MSME-യുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി അതേപോലെ ടേൺ ഓവർ ലിമിറ്റ് മാറി. മൈക്രോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 crore ആണെങ്കിൽ മൈക്രോ ആയി, ടേൺ ഓവർ 10 crore താഴെയാണെങ്കിൽ. സ്മോൾ ആണെന്നുണ്ടെങ്കിൽ 25 crore ആൻഡ് ടേൺ ഓവർ 100 crore. പണ്ടത് 1ഉം 10ഉം ആയിരുന്നു, 5ഉം 50 ആയിരുന്നു. ഇപ്പൊ അത് 2.5 25 ആക്കി, 10ഉം 100ഉം ആക്കി. ഓക്കെ, ആ ചേഞ്ച് മറക്കണ്ട. ആവശ്യമുണ്ട്, ലോലും ഒക്കെ ആവശ്യമുള്ളതാണ് MSME-യുടെ ലിമിറ്റ്. ക്യാപിറ്റൽ ഗെയിനിൽ വന്ന ചേഞ്ചും കാര്യമായ വലിയ ചേഞ്ച് അല്ല, ചെറിയൊരു ചേഞ്ച് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ദി ഇന്റർ ഓൾസോ. ഇന്റർ ലെവലിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് അമെന്റ്മെന്റ് അല്ല. ഡെഫിനിഷൻ ഓഫ് എ എന്താ പറയുക, ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ, ക്യാപിറ്റൽ അസറ്റ് മീൻസ് വാട്ട് എന്നുള്ളത്. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി വെദർ ഓർ നോട്ട് കണക്ടഡ് വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ. മുമ്പുള്ള അതേ ഡെഫിനിഷൻ തന്നെ നമ്മളെ പ്രോപ്പർട്ടി. അതിൽ ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തു, എനി സെക്യൂരിറ്റീസ് ഓൾസോ ഇൻക്ലൂഡഡ്. ഏത് സെക്യൂരിറ്റി? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, FII, ഇൻവെസ്റ്റഡ് ആസ് പെർ സെബി. സെബി അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റും. ദെൻ സെക്ഷൻ 115 UB, ഇതൊക്കെ ഫൈനൽ ടോപ്പിക് ആണ്. 115 UB അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതും, സെബി പ്രകാരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതും. പിന്നെ യുലിപ്പ് സെക്ഷൻ 10 സബ്സെക്ഷൻ 10D അനുസരിച്ച് എക്സംപ്റ്റഡ് അല്ലാത്ത വല്ല യൂണിറ്റ് ലിങ്ക്ഡ്, അതായത് യുലിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതും എന്താണ് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ട്രീറ്റിംഗ്. ആൻഡ് ഇറ്റ് ഈസ് മോർ റെലവെന്റ് ഫ്രം ദി ഫൈനാൻസ് പെർസ്പെക്ടീവ്. ക്യാപിറ്റൽ ഗെയിൻ്റെ ഡെഫിനേഷൻ ഒന്നും കൂടി വൈഡ് ആക്കി. അതിൽ FII-യും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അണ്ടർ സെക്ഷൻ 315 UB-യും ഒക്കെ എക്സ്ട്രാ ഇൻക്ലൂഡഡ് ആക്കി. ഓക്കെ, അതുപോലെ യുലിപ്പ്. പിന്നെ നമ്മളെ CI, നമ്മളെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് മാറിയിട്ടുണ്ട്. 2025-26 376 ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ക്യാപിറ്റൽ ഗെയിൻ. അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വന്ന ചേഞ്ച്, പുതിയൊരു സാധനത്തിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മളെ NSS, നമ്മളെ നാഷണൽ സേവിംഗ് സ്കീം ഇല്ലേ, ATCCA എന്ന് പറഞ്ഞൊരു സ്കീം മുമ്പ് ഉണ്ടായിരുന്നു. അതായത് ATCCA എന്നുള്ളൊരു ഡിഡക്ഷൻ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിരുന്നത് 1/4/1992 വരെ ഉള്ളവർക്ക് മാത്രമേ അതായത് 1/4/1992 വരെ ഈ ATCCA അനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡിഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒഴിവാക്കി. അപ്പം ഒഴിവാക്കി തന്നെ പാസ് ATCCA എന്നുള്ള ഡിഡക്ഷൻ അവൈലബിൾ അല്ല. അത് 1/4/1992 ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പം നോ ഇൻട്രസ്റ്റ് വിൽ ബി ഏൺഡ് ഓൺ NSS ബാലൻസ്. അപ്പം 1/10 ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ചിട്ട്, അമെന്റ്മെന്റ് അനുസരിച്ചിട്ട് അതിൽ വല്ല ബാലൻസ് ഉണ്ടെങ്കിൽ അത് 1/10/2024 ശേഷം ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് കിട്ടൂല. ഇപ്പൊ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടൂല. അതിൽ വല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതിൽ കിടക്കുന്നുണ്ട്, അതിൽ വല്ല ബാലൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് കിട്ടൂല? ഇൻട്രസ്റ്റ് ഒന്നും കിട്ടൂല. അപ്പൊ ദിസ് മീൻസ് എക്സിസ്റ്റിംഗ് ഹോൾഡേഴ്സ് വിൽ സ്റ്റോപ്പ് ഏണിംഗ് ഇൻട്രസ്റ്റ്. അതായത് ഇപ്പൊ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടൂല. വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്തെടുക്കാം. ഇപ്പൊ ആ ബാലൻസ് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാതെ അവിടെ വെച്ചിട്ട് എന്താ വിഡ്രോ ചെയ്തെടുക്കാം. അത് പഴയതാണ്, പണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ കിടക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല, അങ്ങനെയുള്ള. അപ്പൊ സച്ച് വിഡ്രോവൽസ് വുഡ് ഹാവ് ബീൻ ടാക്സബിൾ. അങ്ങനത്തെ വിഡ്രോവൽസ് ടാക്സബിൾ ആവും. പക്ഷെ അതിലൊരു എക്സംഷൻ കൊടുത്തു. അതായത്
അതിലൊരു എക്സംഷൻ കൊടുത്തിട്ട് പറഞ്ഞു വിഡ്രോവൽസ് മെയ്ഡ് ആഫ്റ്റർ 29/8/2024 29/8/2024 ശേഷമുള്ള വിഡ്രോവൽസ് ആണെങ്കിൽ പ്ലസ് അത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആവാം ഇൻട്രസ്റ്റ് അപ്രൂവ്ഡ് ആവാം എന്തോ ആയിക്കോട്ടെ വിൽ ബി എക്സംപ്റ്റ്. അതിന്റെ മുകളിൽ ടാക്സേഷൻ വരൂല, ടാക്സ് കൊടുക്കണ്ട. അപ്പൊ ഞാൻ വിഡ്രോ ചെയ്ത എമൗണ്ടിന് മുകളിൽ ഇനി 29/8/2024 ശേഷമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ടാക്സ് കൊടുക്കണോ? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദി ഒറിജിനൽ ഡെപ്പോസിറ്റ് ഹാഡ് ബീൻ അലൗഡ് ആസ് ഡിഡക്ഷൻ ഏർലിയർ, അതായത് ഞാൻ ആ ഡെപ്പോസിറ്റ് ചെയ്ത് മുമ്പ് ഡിഡക്ഷൻ ആയിട്ട് ഓൾറെഡി ATCCയിൽ ക്ലെയിം ചെയ്തിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇപ്പൊ ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കണ്ട. ഇഫ് ഇറ്റ് ഈസ് വിഡ്രോയിങ് ആഫ്റ്റർ 29/8/2024 29/8/2024 ശേഷമാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഞാൻ ഇപ്പോൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതും എത്രത്തോളം എക്സാം പെർസ്പെക്റ്റീവിൽ റെലവെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ചാൻസസ് കുറവാണ് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഇതുമായി ചോദിക്കാൻ. അറിഞ്ഞു വെച്ചാൽ മതി ഈ സംഭവം. അടുത്തത് എക്സ്ക്ലൂഷൻ ഫ്രം ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് പണ്ട് അത് ഇതും മോർ ഫ്രം ഫൈനൽ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് ഈ ഡിവിഡൻഡിന്റെ കാര്യം. അപ്പൊ ഈ ഒരു ഇതിലെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പാരന്റ് എൻറ്റിറ്റി ഇങ്ങനെ സെയിം ഗ്രൂപ്പിലുള്ള എൻറ്റിറ്റി ഇല്ലേ, പാരന്റ് എൻറ്റിറ്റി, ഹോൾഡിംഗ് സബ്സിഡിയറി എൻറ്റിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ലോൺ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് വിൽ ബി ഡീംഡ് ആസ് ഡിവിഡൻഡ്. അതൊരു ഡിവിഡൻഡ് ആയിട്ട് ഡീം ചെയ്യപ്പെടും എന്നുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ഇവിടെ പറയാണ്. അതായത് ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യണം, സെയിം ഗ്രൂപ്പിലുള്ള എൻറ്റിറ്റിയാണ്. അതിൽ ഒരു എൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എൻറ്റിറ്റി ഈസ് എ ഫിനാൻസ് കമ്പനി അല്ലെങ്കിൽ ഫിനാൻസ് യൂണിറ്റ് ആണ്, ഒരു ഫിനാൻസ് കമ്പനിയാണ് ഉള്ളത്. അപ്പൊ പാരന്റ് എൻറ്റിറ്റി, അതായത് ഇതിന്റെ പാരന്റ് എൻറ്റിറ്റി ലിസ്റ്റഡ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഇന്ത്യയിലല്ലാത്ത ഔട്ട്സൈഡ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എൻറ്റിറ്റിയാണ് പാരന്റ് എൻറ്റിറ്റി. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ സച്ച് ലോൺ നോട്ട് ബി കൺസിഡേഴ്സ് ഡിവിഡൻഡ്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് എന്ത് ചെയ്യില്ല, ആ ലോൺ പ്രൊവൈഡ് ചെയ്ത് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ എന്തൊക്കെ കണ്ടീഷൻ? ലോൺ അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെയിം ഗ്രൂപ്പിലുള്ള കമ്പനീസ് തമ്മിൽ തന്നെയാണ്. അതിലൊരു കമ്പനി എന്താ, ഫിനാൻസ് കമ്പനിയാണ്. പ്ലസ് ഇതിന്റെ പാരന്റ് എൻറ്റിറ്റി ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ സച്ച് ലോൺ പ്രൊവൈഡഡ് വിൽ നോട്ട് ബി ഡീംഡ് ആസ് ഡിവിഡൻഡ്, അത് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഫ്രം ദി ഫൈനൽ പെർസ്പെക്ടീവ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി അതർ സോഴ്സ്. ഇപ്പം 5 ഹെഡിലെയും കാര്യങ്ങൾ, അതായത് എല്ലാം 5 ഹെഡ് പറഞ്ഞില്ലേ, സാലറി പറഞ്ഞു, PGP പറഞ്ഞു, ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞു, ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞു, IFRS പറഞ്ഞു. 5 ഹെഡിലെ നമ്മൾ അമെന്റ്മെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാം. നെക്സ്റ്റ് ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ എന്തൊക്കെയാണ് അമെന്റ്മെന്റ്? ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ CCDയിൽ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. NPS റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അതായത് NPS ഒക്കെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പൈസ ഇടുക, അതായത് എംപ്ലോയർ ഇടും എംപ്ലോയി ഇടും, രണ്ടാളുടെ പാർട്ടും ഉണ്ടാവും അല്ലെ. രണ്ടാളുടെ പാർട്ട് നമുക്ക് ഡിഡക്ഷൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ എംപ്ലോയറുടെ പാർട്ടും എംപ്ലോയിയുടെ പാർട്ടും രണ്ടാളുടെ പാർട്ടും അതിലുണ്ടാവും. ഓക്കെ, ഇതിൽ ഒരു എക്സ്ട്രാ സാധനം കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ NPSൽ എംപ്ലോയിയുടെ മൈനർ, അതായത് മൈനർ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിൽഡ്രൻസിന്റെ പേരിൽ, അതായത് കുട്ടികളുടെ പേരിൽ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം, സ്കീം ഇടാം, പൈസ ഇടാം. ആ മൈനർ ആയിട്ടുള്ള ചൈൽഡ് ഉണ്ട് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അതിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ എംപ്ലോയർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എനിക്കൊരു പാർട്ട് എന്തൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും, എന്റെ മൈനർ ചൈൽഡിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം. അതാണ് സ്കീം, അതാണ് വാത്സല്യ സ്കീം എന്നുള്ള സ്കീം, NPS വാത്സല്യ സ്കീം. അപ്പൊ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതാണ് ഡൗട്ട്. ഇവിടെ പ്രശ്നം അതാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്റെ മൈനർ ചൈൽഡിന് വേണ്ടി ഞാൻ ഒരു എമൗണ്ട് NPS സ്കീമിൽ, വാത്സല്യ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് തിരിച്ച് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. യെസ്, ഓഫ് കോഴ്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? പാരന്റ് ഗാർഡിയൻ ആയിരിക്കും. മൈനർ ഏജ് ഓഫ് 18 എത്തിക്കഴിഞ്ഞാൽ അക്കൗണ്ട് വിൽ കണ്ടിന്യൂ ബി ഓപ്പറേഷണൽ, വിൽ ബി ഷിഫ്റ്റഡ് ടു NPS ടയർ 1, അതായത് നോർമൽ NPS ആയി മാറും. വാത്സല്യ സ്കീം മാറി നോർമൽ NPS സ്കീമായിട്ട്, അയാളുടെ NPS സ്കീമായിട്ട് മാറും. ഇനി ഈ പാരന്റ് ഈ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഗാർഡിയൻ ഓഫ് മൈനർ ഈ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഡിഡക്ഷൻ. ഏതിലെന്നറിയോ? 80CCD1Bയിൽ. നമ്മളെ 50,000ന്റെ ലിമിറ്റ് വരുന്ന സാധനമാണ് 80CCD1B. 50,000 വരെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അവിടെ എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. മാക്സിമം ഡിഡക്ഷൻ 50,000 ആണ്. അത് ഏത് ഡിഡക്ഷനാണ്? 80CCD1B. അസസി ഓൺ, അതായത് എംപ്ലോയി ഓൺ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് 80CCD1Bയിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത് അല്ലേ. അതിൽ തന്നെ ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഞാൻ മൈനർ ചൈൽഡിന് വേണ്ടി വല്ലതും ഡെപ്പോസിറ്റ് ചെയ്തെന്ന് ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ഇത്. ആ 50,000 തന്നെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പുതിയ ഡിഡക്ഷൻ ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ 50,000 കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? അസസിയുടെ ഓൺ NPSും പ്ലസ് മൈനർ ചൈൽഡിന്റെ NPSും കൂടി കൂട്ടിയിട്ടാണ് 50,000 കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ മൈനർ ചൈൽഡിന് വേണ്ടി കുറെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ അതെനിക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും എന്തില്ല, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. നോർമലി ഉള്ള ഡിഡക്ഷൻ തന്നെ 80CCD1B, അതായത് ഓൾറെഡി ഉള്ള ഡിഡക്ഷൻ തന്നെയാണ്. അതിൽ തന്നെ ഈ ലിമിറ്റ്, ആ ലിമിറ്റ് തന്നെ ഇത് കൺസിഡർ ചെയ്യും. അതാണ് ഇതിന്റെ സാരം. പ്രത്യേകമായിട്ടുള്ള കൺസിഡറേഷൻ ഒന്നുമില്ല. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഈ NPS സ്കീമിൽ നിന്ന് ഞാൻ വല്ലതും വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ NPS സ്കീമില്ലേ, അതിൽ നമ്മൾ വല്ലതും വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആവും? ഡൗട്ടായി. ആ
ടാക്സബിൾ ആവില്ല, എക്സംപ്റ്റ് ആവും. ചില കേസിൽ എക്സംപ്റ്റ് ആവും. എപ്പോഴാണ് ഇത് എക്സംപ്റ്റ് ആവുക? അതായത് ഈ എക്സംപ്റ്റിൽ വരാത്ത പക്ഷമാണെങ്കിൽ ടാക്സബിൾ ആണ്. അപ്പൊ എപ്പോഴും എക്സംപ്റ്റ് ആവുക? എക്സംപ്റ്റ് ആവുന്ന പറയുന്നത്, ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ, ഞാൻ NPS അക്കൗണ്ട് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ 60% ഓഫ് ദി ടോട്ടൽ എമൗണ്ട് വിൽ ബി എക്സംപ്റ്റ്. ടോട്ടൽ ഇതിന്റെ 60% എക്സംപ്റ്റ് ആയിരിക്കും. അപ്പോൾ 1,00,000 ഉണ്ട്, 1,00,000 കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണം. അതായത് കംപ്ലീറ്റ്ലി ഞാൻ ക്ലോസ് ചെയ്യണമെങ്കിൽ 60,000 വിൽ ബി എക്സംപ്റ്റഡ് ആൻഡ് 40% വിൽ ബി ടാക്സബിൾ. ഫുള്ള് ക്ലോസ് ചെയ്യാണെങ്കിൽ, പാർഷ്യൽ വിഡ്രോവൽ ഒന്നുമല്ല, ഫുള്ളി ക്ലോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇനി 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 ഈ ഇനി ഇഫ് ഞാൻ അതിന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് ഇപ്പൊ 40,000 ഞാൻ അതിന് എടുക്കല്ലേ, ഫുൾ ക്ലോസ് ചെയ്ത് പോവല്ലേ, അത് ഞാൻ വിഡ്രോ ചെയ്ത എമൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി ആനുറ്റി പ്ലാൻ വല്ലതും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ then it will be exempt. ആ 40,000 ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഒന്നും വേറെ ഒന്നും യൂസ് ചെയ്തില്ല, ഒരു ആനുറ്റി പ്ലാൻ ഇട്ട്, ആനുറ്റി പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ അത് ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പൊ ആനുറ്റി പ്ലാനിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സംപ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഫുള്ളി എക്സംപ്റ്റ് കിട്ടും. 60% എക്സംപ്റ്റ് കിട്ടി, 40 ബാക്കി 40,000ഉം, അതായത് 40% എക്സംപ്റ്റ് കിട്ടി. ആ 40% ഞാൻ എന്താ ചെയ്തത്, ഒരു ആനുറ്റി പ്ലാനിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സംപ്ഷൻ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. അല്ലെങ്കിൽ 40,000 മുകളിൽ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ വിഡ്രോ ചെയ്ത എമൗണ്ട്, അതിന് നമ്മൾ എടുത്ത എമൗണ്ട് നമ്മൾ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ആനുറ്റി പ്ലാനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. ഇനി ഡെത്ത്, ബിക്കോസ് ഓഫ് ഡെത്ത്, അതായത് ആ NPS അക്കൗണ്ട് ഹോൾഡറിന്റെ ഡെത്ത് കാരണം, ഇത് രണ്ട് കേസും പറയുന്നുണ്ട്, മൈനറിന്റെ കേസും പാരന്റ് കേസും ഒക്കെ പറയുന്നുണ്ട്. ഡെത്ത് കാരണം ആണ് അത് നോമിനിക്ക് കിട്ടും അല്ലെ. NPS അക്കൗണ്ടിൽ നമ്മൾ ഒരു നോമിനിനെ വെച്ചിട്ടുണ്ടോ, അപ്പൊ ഡെത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോമിനിക്ക് കിട്ടുക. ഇറ്റ് വിൽ ബി ഫുള്ളി എക്സംപ്റ്റഡ്. റീസൺ ടു ഡെത്ത് ക്ലോഷർ ആവുന്നത്, അതായത് അക്കൗണ്ട് ക്ലോസ് ആവുന്നത് റീസൺ ടു ഡെത്ത് ആണെങ്കിൽ നോമിനിക്ക് ആ പൈസ കിട്ടുമ്പോൾ ഫുള്ളി എക്സംപ്റ്റ് ആണ്, തീരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ പാർഷ്യൽ വിഡ്രോവൽ ആണെങ്കിൽ എന്താ കേസ്, പാർഷ്യൽ വിഡ്രോവൽ 25% താഴെയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് ആ വർഷം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എക്സംപ്റ്റഡ് ആണ്. അപ്പം 25% താഴെയാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി എക്സംപ്റ്റഡ്. 25% മുകളിലാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ ടാക്സബിൾ. ഓക്കെ, സോ ഈ വിഡ്രോവൽസിന്റെ എക്സംഷൻ പഠിച്ചു വെക്കണം. എന്ത് പുതിയത് വന്നത്, ഇതിൽ ലിമിറ്റ് മാറിയത് ഈ പറഞ്ഞ മൈനറിന്റെ കേസും ഇത് മുമ്പ് ഉണ്ട്, ഇതിൽ മൈനറിന്റെ കേസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുക. ഞാൻ അത് അഗൈൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നോട്ട് മച്ച് ടു മച്ച് ഇമ്പോർട്ടൻ്റ് അല്ല. TDSൽ നല്ല നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, പക്ഷെ ഇറ്റ് ഈസ് ഈസി. അതായത് ഇത് ഭയങ്കര ചേഞ്ച് ഉണ്ട്, ലിമിറ്റിൽ ചേഞ്ച് ഉണ്ട്, റേറ്റിൽ ചേഞ്ച് ഉണ്ട്. TDS ആൻഡ് DCSൽ നല്ല കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി വലിയ പ്രശ്നമില്ല. ആ ലിമിറ്റ് ഒക്കെ ഒന്ന് മാറി ഒന്നും കൂടി സുഖമാക്കിയിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പൊ ഒന്ന് 193 ആണ് നമ്മളെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇല്ല. സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റിന്റെ മുകളിൽ പണ്ട് നമ്മളെ ഡിബഞ്ചറിന്റെ ഒക്കെ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക 5,000, സ്പെസിഫൈഡ് സേവിംഗ് ബോണ്ട് ആണെങ്കിൽ അബൌട്ട് 10,000 വന്നാൽ TDS കട്ട് ചെയ്യും. അതേപോലെ മറ്റേ വേറെ എന്തെങ്കിലും ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ലിമിറ്റ് ഒന്നുമില്ല, എല്ലാ കേസിലും TDS കട്ട് ചെയ്യും, എത്ര എമൗണ്ട് ആണെങ്കിലും. അത് മാറിയിട്ട് ഒറ്റൊന്നാക്കി, അതായത് ഇങ്ങനെ റെസ്പെക്റ്റീവ് ഡിബഞ്ചർ ആണോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് സേവിംഗ് ബോണ്ട്സ് ആണോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ കേസിലും 10,000 ആക്കി. സെക്ഷൻ 193 അനുസരിച്ച് സെക്യൂരിറ്റിന്റെ മുകളിൽ ഇപ്പൊ എപ്പോഴാണ് TDS വരിക, ഇഫ് ആ ഇൻട്രസ്റ്റ് 10,000 മുകളിലാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, TDS ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ, സെക്ഷൻ 193 അനുസരിച്ച്. അപ്പൊ അതാക്കി. ഇപ്പൊ ഇത് പഠിച്ചാൽ മതി, ഇത് വേണ്ട, പോയി. ഓക്കെ, ഇനി 194 അതർ ദാൻ സെക്യൂരിറ്റി, അതായത് ഇൻട്രസ്റ്റ് അതർ ദാൻ സെക്യൂരിറ്റി, നമ്മളെ ഈ പറഞ്ഞ ബാങ്കിങ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ തന്നെ നമ്മളെ പോസ്റ്റ് ഓഫീസ്, അതാണ് BCP. അപ്പം പണ്ട് എങ്ങനെയായിരുന്നു, ഈ ഡിഡക്ടർ ഈ പറഞ്ഞ BCP ആണെങ്കിൽ 50,000, അതായത് സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 മുകളിൽ പോയാലാണ് TDS ഡിഡക്ട് ചെയ്യുക. അതേഴ്സ് ആണെങ്കിൽ 40,000 മുകളിൽ പോയാലാണ് TDS ഡിഡക്ട് ചെയ്യുക. അപ്പൊ ബാങ്ക് ഒക്കെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ TDS ഡിഡക്ട് ചെയ്യുന്നത് 40,000 മുകളിൽ പോയാലും, സീനിയർ സിറ്റിസൺ സൂപ്പർ സീനിയർ സിറ്റിസൺ 50,000 മുകളിൽ പോയാലും ആയിരുന്നു. ഈ ഡയറക്ടർ BCP അല്ലെങ്കിൽ 5,000 ആയിരുന്നു ലിമിറ്റ് പറഞ്ഞത്. അതായത് ബാങ്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലാത്ത കേസ് ആണെങ്കിൽ 5,000 മുകളിൽ പോയാൽ TDS ഡിഡക്ട് ചെയ്തിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് 50,000 ഉള്ളത് എന്തായി, 1 lakh ആയി. അതായത് ബാങ്ക് ഇപ്പൊ സൂപ്പർ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ സീനിയർ സിറ്റിസന്റെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 1 lakh മുകളിൽ പോയാൽ മാത്രമേ TDS ഡിഡക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്യില്ല. ഇനി അതേഴ്സിന്റെ കേസ് 40 ഉള്ളത് 50,000 ആയി. അപ്പൊ 50,000 മുകളിൽ പോയാലേ TDS ഡിഡക്ട് ചെയ്യുള്ളൂ. ഇനി ആ 5,000 ഉള്ളതില്ല നോട്ട്, അതായത് ഈ ബാങ്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റി, പോസ്റ്റ് ഓഫീസ് അല്ലാത്ത കേസിൽ ആരെങ്കിലും ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 10,000 മുകളിൽ പോയാലാണ് എന്ത് വരിക, TDS കട്ടിങ് വരിക. ലിമിറ്റ് മാറിയിട്ടുണ്ട്, മറക്കരുത്. കാരണം എല്ലാവരും പഴയ ലിമിറ്റ് പഠിച്ചു പോകും, പണി പാടും. ഓക്കെ, ഈ MCQലൊക്കെ ഇട്ടിട്ടേക്കാണ് ചോദിക്കുക. ആ അമെന്റ്മെന്റ് എന്തായാലും ടെസ്റ്റ് ചെയ്യും എക്സാമിന്, ഷുവറാണ്. അതും മെയ് ജൂൺ എക്സാമിൽ അമെന്റ്മെന്റ്സ് എന്തായാലും ടെസ്റ്റ് ചെയ്യും. അടുത്ത ഡിവിഡൻഡിന്റെ പ്രൊവിഷൻ ആയിരുന്നു. ഡിവിഡൻഡിന്റെ പ്രൊവിഷനിൽ നമ്മളെ 5,000 ആയിരുന്നു ലിമിറ്റ്. 5,000 മേലെ പോയി കഴിഞ്ഞാൽ ഡിവിഡൻഡിന്റെ കേസിൽ എന്ത് ചെയ്യണം, TDS ഡിഡക്ട് ചെയ്യണം എന്നായിരുന്നു. അതിപ്പോൾ 10,000 ആക്കിയിട്ടുണ്ട്. അതിപ്പം ഇന്ത്യൻ ഷെയർ ഹോൾഡേഴ്സിന്റെ കേസ്, നമ്മുടെ ഷെയർ ഹോൾഡിങ്ങിന്റെ കേസ് അല്ലാത്ത ഏതെങ്കിലും കേസ് ആണെങ്കിൽ ലിമിറ്റ് ഒന്നുമില്ല, പഴയ പോലെ തന്നെ. അപ്പോൾ 5,000 ആയിരുന്നു ഡിവിഡൻഡിന്റെ ലിമിറ്റ്, TDS ലിമിറ്റ്, അത് 10,000 ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് എന്ന് വല്ല ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ N94K ലിമിറ്റ് 5,000 തന്നെ ആയിരുന്നു, അതിപ്പോൾ 10,000 ആക്കിയിട്ടുണ്ട്.
അപ്പൊ ഒക്കെ മാറിയിട്ടുണ്ട്, ലിമിറ്റ് കുറെ മാറിയിട്ടുണ്ട്. സോ ബി ക്രൂഷ്യൽ. ഓക്കെ, വിജിലന്റ് ആയിട്ടൊക്കെ. സെക്ഷൻ 194B അനുസരിച്ച് നമ്മൾ വിന്നിംഗ് ഫ്രം ലോട്ടറി, കാർഡ് ഗെയിം, ലോട്ടറി ബെറ്റിംഗ് ഒക്കെ അല്ലേ. അപ്പൊ അതിൽ നിന്ന് വിന്നിംഗ് ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ്ലി 10,000 ഡ്യൂറിംഗ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10,000 മുകളിൽ പോയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാം, TDS ഡിഡക്ട് ചെയ്തത്. അത് എന്താക്കി 10,000 തന്നെയാണ്, പക്ഷെ എന്താക്കി സിംഗിൾ ട്രാൻസാക്ഷൻ ആക്കി. ക്രൂഷ്യൽ, ഓരോ സിംഗിൾ ട്രാൻസാക്ഷന് 10,000 ലിമിറ്റ് ആക്കി. ഓക്കെ, സോ ഓരോ ആ സിംഗിൾ ട്രാൻസാക്ഷൻ 10,000 അബവ് പോകുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, TDS ഡിഡക്ട് ചെയ്താൽ മതി. മറ്റേത് അഗ്രിഗേറ്റിലാണ് നോക്കിയിരുന്നത്, അപ്പൊ അഗ്രിഗേറ്റ് ഇല്ല, സിംഗിൾ ട്രാൻസാക്ഷൻ വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇനി വിന്നിംഗ് ഫ്രം ഹോസ് റേസസ് സെയിം ആണ്. വിന്നിംഗ് ഫ്രം ഹോസ് റേസിന്റെ കേസിലും 10,000, സിംഗിൾ ട്രാൻസാക്ഷൻ 10,000 എന്നുള്ള രീതിയിലാക്കി. ഇനി കമ്മീഷൻ എല്ലാം മാറി, ഇൻഷുറൻസ് കമ്മീഷൻ മാറി, ലോട്ടറി കമ്മീഷൻ മാറി, 194D, G, H എല്ലാ കമ്മീഷനും മാറി. 50,000 ആയിരുന്നു പണ്ട് ലിമിറ്റ്, അതൊക്കെ 20 ആയി. സിമ്പിൾ അല്ലേ, ഒക്കെ 20 ആയി. അപ്പം എല്ലാം 20 ആയി. ഒക്കെ 5,000 പ്ലസ് ഉണ്ടാക്കി. നമുക്ക് 5,000 ഒക്കെ 10,000 ആയി, ഉണ്ടാ 15,000 ഒക്കെ 20,000 ആയി. ഓക്കെ, റെന്റിന്റെ കേസ് നല്ല മാറി. റെന്റിന്റെ കേസിൽ അഗ്രിഗേറ്റ്ലി 2,40,000 ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ ആയിരുന്നു പണ്ട്. ഇപ്പൊ അത് 50,000 പെർ മന്ത് ആക്കി. 50,000 പെർ മന്ത് 6 lakh വരില്ലേ, 50,000 into 12 6 lakh വരും. 6 lakh പെർ ഇയറിന്റെ മുകളിൽ പോയാലേ റെന്റിന്റെ മുകളിൽ എന്ത് വരുള്ളൂ, TDS ഡിഡക്ഷൻ വരുള്ളൂ. നെക്സ്റ്റ് നമ്മളെ പ്രൊഫഷണൽ ഫീസ് ഇല്ലേ, 194J ടെക്നിക്കൽ ഫീസ്, റോയൽറ്റി, പ്രൊഫഷണൽ നാച്ചുറൽ വരുന്നത് 30,000 ആയിരുന്നു പഴയ ലിമിറ്റ്, ഇപ്പൊ അത് 50,000 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ലിമിറ്റ് അപ്പൊ നല്ല ചേഞ്ച് ഉണ്ട് എല്ലാ സെക്ഷനിലും ലിമിറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് കമ്പൽസറി അക്വിസിഷൻ ഇല്ലേ, കോമ്പൻസേഷൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ. പണ്ട് അത് 2,00,000 മുകളിൽ പോയാലാണ് കമ്പൽസറി അക്വിസിഷൻ മുകളിൽ TDS തരുന്നത്. ഇപ്പോൾ 5 ലക്ഷം ആക്കിയിട്ടുണ്ട്, ഇൻറ്റു 2,50,000 ഇൻറ്റു 2 5 ലക്ഷം ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ലിമിറ്റ് മറക്കരുത്, പഠിച്ചു വെക്കാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചേഞ്ചസ് ഇൻ ലിമിറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇതാണ്. എളുപ്പമാണ്, ആ ലിമിറ്റ് മാറരുത് മാത്രമേ ഉള്ളൂ. TDS റേറ്റ് മാറിയത് ഒന്ന് ഇൻഷുറൻസ് കമ്മീഷന്റെ കേസിലാണ് റേറ്റ് മാറിയത്. അതായത് ഏർലിയർ കമ്പനി ഡിഡക്ടി, അതായത് ഡിഡക്ടി കമ്പനി ആണെന്നുണ്ടെങ്കിൽ 10%, അതർ ഡിഡക്ടി ആണെങ്കിൽ 5% ആയിരുന്നു. കമ്പനി ഡിഡക്റ്റിക്ക് ഇപ്പോഴും 10% തന്നെയാണ്, പക്ഷെ അതർ ഡിഡക്റ്റിക്ക് 2% ആക്കി കുറച്ച്. ഇപ്പൊ ഇൻഷുറൻസ് കമ്മീഷൻ കിട്ടുന്നത് ഒരു ഇൻഡിവിജ്വലിനാണെങ്കിൽ ഡിഡക്ട് ചെയ്യുന്നത് 2% ആയിരിക്കും, കമ്പനിക്കാണെങ്കിൽ 10% ആയിരിക്കും. ഓക്കെ, ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി പുതിയ ഒരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, സെക്ഷൻ 194T. നമ്മളെ പാർട്ട്ണർഷിപ്പിൽ സാലറി, ബോണസ്, കമ്മീഷൻ ഒക്കെ കൊടുക്കൂലേ, ഇൻട്രസ്റ്റ് ടു പാർട്ട്ണർ, കമ്മീഷൻ ടു പാർട്ട്ണർ, ബോണസ് ടു പാർട്ട്ണർ, സാലറി ടു പാർട്ട്ണർ, ഇതൊക്കെ പാർട്ട്ണറുടെ ഇൻകം അല്ലേ, അത് സോഴ്സ് തന്നെ ഡിഡക്ട് ചെയ്യണം എന്ന് തന്നെ പുതിയ സെക്ഷൻ വന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യണം, ഇപ്പൊ സാലറി പാർട്ട്ണർക്ക് കൊടുക്കുകയാണ്, ബോണസ് പാർട്ട്ണർക്ക് കൊടുക്കുകയാണ്, കമ്മീഷൻ പാർട്ട്ണർക്ക് കൊടുക്കുകയാണെങ്കിൽ അറ്റ് എ ടൈമിൽ തന്നെ 10% ഡിഡക്ട് ചെയ്യണം. ഓക്കെ, ലിമിറ്റ് ഉണ്ട്, 20,000 മുകളിൽ പോയാൽ മാത്രം ഡിഡക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പുതിയ വന്ന സെക്ഷനാണ് 194T. പ്രാക്ടിക്കൽ അടക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 194T. അതായത് പാർട്ട്നേഴ്സ്, അതിലെ ഫേമിലെ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ, ബോണസ് എന്നുള്ള രീതിയിൽ വല്ലതും പേ ചെയ്യുകയാണെങ്കിൽ 20,000 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ 10% TDS ഡിഡക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. 194T. ഓക്കെ, TDSലെ പ്രൊവിഷൻ കഴിഞ്ഞ് TCSലുള്ള ചേഞ്ച് ആണ് അടുത്തത്. TCSലുള്ള ചേഞ്ച്, TCSൽ ചേഞ്ച് 206(1) എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഈ ആൽക്കഹോൾ, ലിക്കർ, ടെൻഡു ലീവ്, ടിമ്പർ സാധനം, അതിൽ പെർസെന്റേജ് ഒന്ന് മാറിയിട്ടുണ്ട്. ഏർലിയർ 2 ഉള്ളത് ഇപ്പൊ എന്താക്കി, 2 ആക്കി. ഈ 2 ടിമ്പറും അതേപോലെ അതർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഇത് 2 കേസിൽ. ഓക്കെ, 2 എന്നുള്ളത് 2 ആക്കി. ഇതാണ് വന്ന ചേഞ്ച്. പിന്നെ 206(1)F നമ്മളെ മോട്ടോർ വെഹിക്കിളിന്റെ TCS ഇല്ലേ, ഇതിലൊരു ചേഞ്ച് വന്നു. ഇതിലൊരു സാധനം ആഡ് ചെയ്തു, ഇത് വെരി ക്രൂഷ്യലാണ്. അതായത് പണ്ട് മോട്ടോർ വെഹിക്കിൾ നമ്മൾ 10 ലക്ഷത്തിന്റെ മുകളിൽ മോട്ടോർ വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ 1% TCS കട്ട് ചെയ്യാറുണ്ട്, ശരിയല്ലേ, അല്ലേ? 1% TCS കട്ട്. ഇപ്പൊ അത് മാറിയിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ സ്റ്റിൽ ഉണ്ട്. അതായത് 206(1)F ഈസ് അപ്ലിക്കബിൾ ടു സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾ എക്സീഡിംഗ് 10 lakh. ആൻഡ് ഒരു സാധനം കൂടി അവിടെ കൊണ്ടുവന്നത്, നോട്ടിഫൈഡ് ലക്ഷറി ഐറ്റംസ് വാല്യൂ എക്സീഡിംഗ് 10 ലക്ഷം. മോട്ടോർ വെഹിക്കിളിന്റെ മുകളിൽ മാത്രമല്ല ഇനി 206(1)F വരിക, 206(C)(1)F. ഇതിന്റെ മുകളിലും വരും ചില നോട്ടിഫൈഡ് ഗുഡ്സ് ഉണ്ട്, അതിന്റെ മുകളിൽ വരും. ഏതൊക്കെയാണ് നോട്ടിഫൈഡ് ഗുഡ്സ്? വെസ്റ്റ് വാച്ച്, ആർട്ട് പീസസ് ലൈക്ക് ആന്റിക്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, കളക്ടബിൾസ് സച്ച് ആസ് കോയിൻസ് ആൻഡ് സ്റ്റാമ്പ്സ്, യാച്ച്, റോയിങ് ബോട്ട്സ്, എന്താ പറയുക, കാനോ ആൻഡ് ഹെലികോപ്റ്റർ, അതേപോലെ സൺഗ്ലാസസ്, ഹാൻഡ് ബാഗ്സ്, പേഴ്സ്, പെയർ ഓഫ് ഷൂസ്, സ്പോർട്സ് വിയർ എക്യുപ്മെന്റ്, ഹോം തിയേറ്റർ സിസ്റ്റം, ഓസ് ഫോർ റേസിംഗ് ആൻഡ് പോളോ ഗെയിംസ്. ഇതൊക്കെ സെയിൽ ചെയ്യുകയാണെന്നെങ്കിൽ അതിന്റെ വാല്യൂ 10 ലക്ഷത്തിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 1% TCS കട്ട് ചെയ്യണം. പുതിയ നിയമം വന്നു. മോട്ടോർ വെഹിക്കിളിന്റെ മുകളിൽ മാത്രമല്ല, ലക്ഷറി, അതർ നോട്ടിഫൈഡ് ലക്ഷറി പ്രൊഡക്റ്റിന്റെ മുകളിൽ എന്ത് വരും? TCS is applicable and it is very, very, very crucial for very, very crucial amendment. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ റെഫർ നോട്ട് ഓൺലി കാർ ബട്ട് ഓൾസോ ഓൾ മോട്ടോർ വെഹിക്കിൾ, ബൈക്ക് അടക്കം പെടും. മോട്ടോർ വെഹിക്കിളിൽ 10 ലക്ഷത്തിന്റെ മുകളിലുള്ള ബൈക്ക് മേടിച്ചാലും വരും. ഇഫ് ദ വാല്യൂ ഓഫ് ബൈക്ക് പർച്ചേസ് എക്സിറ്റ് അല്ല, TCS is applicable. ആൻഡ് നോട്ടിഫൈഡ് പ്രൊഡക്റ്റിന്റെ മുകളിലും TCS is applicable. ആൻഡ് TCS നോട്ടിഫൈഡ് ഗുഡ്സിന്റെ മുകളിൽ TDS എഫക്ട് ആയത് 22/4/2025 തൊട്ടാണ്.
ഇത് മാറണ്ട. 22/4/2025 തൊട്ടാണ് നോട്ടിഫൈഡ് ഗുഡ്സിന്റെ മുകളിൽ TCS അപ്ലിക്കബിൾ ആയി തുടങ്ങിയത്. നോട്ടിഫൈഡ് ഗുഡ്സ് ഏതൊക്കെയാ? മേലെ പറഞ്ഞതൊക്കെയാണ് നോട്ടിഫൈഡ് ഗുഡ്സ്. ആൻഡ് ലാസ്റ്റ് 206 1G നമ്മളെ ഓവർസീസ് റെമിറ്റൻസ് ഇല്ലേ, അല്ലെങ്കിൽ ഓവർസീസ് ടൂർ പാക്കേജ് ഇല്ലേ, അതിന്റെ TCSന്റെ പ്രൊവിഷൻ ആയിരുന്നു. അതിൽ 7 lakh എങ്ങാനോ ആയിരുന്നു പഴയ ലിമിറ്റ്, അത് മാറിയിട്ട് 10 lakh ആയിട്ടുണ്ട്. അതാണ് ചേഞ്ച്. അതായത് ഇപ്പം റെമിറ്റൻസ് ഫോർ ദി പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ 10 ലക്ഷം വരെയാണ് റെമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ TCS ഇല്ല. 10 ലക്ഷത്തിന്റെ മുകളിൽ പോകാന്നുണ്ടെങ്കിൽ 5% ഓഫ് ദി എമൗണ്ട് ഓർ അഗ്രിഗേറ്റ് എമൗണ്ട് ഇൻ എക്സസ് ഓഫ് 10 lakh. അതായത് 10 ലക്ഷത്തിന്റെ മുകളിൽ പോവാണെങ്കിൽ ഇപ്പോൾ 12 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം വരെ എന്താ പറയുക TCS ഇല്ല. ബാക്കി 2 ലക്ഷത്തിന് 5% TCS. പണ്ട് 7 ലക്ഷം ആയിരുന്നു, ഇപ്പോൾ 10 ലക്ഷം ആക്കി, ഒന്നും കൂടി ഇൻക്രീസ് ചെയ്തു. ഇനി അത് സെക്ഷൻ 80 അനുസരിച്ച് എഡ്യൂക്കേഷൻ ലോൺ അനുസരിച്ച് എടുത്തിട്ടാണ് റെമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ TCS. ഇത് ഇങ്ങനെയാണ്, നോ TCS ഇല്ല, നോ TCS. അതായത് 80 ഇത് പണ്ടുണ്ട്, പണ്ട് നോ TCS. ഇനി അതർ ദാൻ മെൻഷൻഡ് ടു ആൻഡ്, അതായത് മേലെ പറഞ്ഞ എഡ്യൂക്കേഷനും അല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റും അല്ല 80 അല്ല, അതല്ലാത്ത കേസ് ആണെങ്കിൽ അപ്പോഴും 10 ലക്ഷം വരെ എന്താണ് നോ TCS ആണ്. പക്ഷെ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് മാറി 5% അല്ല 20% ഓഫ് എമൗണ്ട് ഓർ അഗ്രിഗേറ്റ് എമൗണ്ട് ഇൻ എക്സസ് ഓഫ് 10 lakh. എത്രയാണ് അഗ്രിഗേറ്റ് എക്സസ് എമൗണ്ട്, അതിന്റെ 20% പേ ചെയ്യേണ്ടി വരും. TCS കളക്ട് ചെയ്യേണ്ടി വരും TCS ആയിട്ട്. ആൻഡ് ഓവർസീസ് ടൂർ പ്രോഗ്രാം പാക്കേജ് ഇതിൽ ഡിഫറെന്റ് ആയിട്ട് കിടക്കാൻ തന്നെയാണ്. ഇതിൽ ലിമിറ്റ് നമുക്ക് ഇതൊന്നുമില്ല, അതായത് എക്സംഷൻ ഒന്നുമില്ല. ഡയറക്ട്ലി 5% അപ് ടു 10 lakh ആൻഡ് 10 lakhന്റെ മുകളിൽ പോകുന്നതിന് 20%. 10 ലക്ഷം വരെ ലിമിറ്റിന്റെ ആ എക്സംഷൻ ഒന്നുമില്ല. ഒന്നുകൂടി പറയാം, എഡ്യൂക്കേഷൻ ഓർ മെഡിക്കൽ പർപ്പസിനാണെങ്കിൽ 10 ലക്ഷം വരെ നോ TCS റെമിറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ മുകളിൽ പോകാന്നെങ്കിൽ 5%. ഓക്കെ. റെമിറ്റൻസ് നടത്തുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് 80E അനുസരിച്ചിട്ട് ലോൺ എടുത്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നോ TCS. എത്ര എമൗണ്ട് ആണെങ്കിലും TCS ഇല്ല. ഇനി അതർ ദാൻ മേലെ പറഞ്ഞ ഈ 2 കേസിലും അല്ല, വേറെ എന്തെങ്കിലും പർപ്പസിനാണ് റെമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 10 lakh TCS ഇല്ല. എബവ് 10 lakh പോയി കഴിഞ്ഞാൽ 20% TCS. ഓവർസീസ് ടൂർ പ്രോഗ്രാം പാക്കേജ് ആണെങ്കിൽ ദർ ഈസ് നോ എക്സംഷൻ ലിമിറ്റ്. ഡയറക്ട്ലി 10 lakh വരെ 5%, 10 lakhന്റെ മുകളിൽ പോകുന്നതിന് 20%. ഓക്കെ, ക്ലിയർ? ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ. ഇനി സന്തോഷകരമായ വാർത്ത, അതായത് 3 സെക്ഷൻസ് TCS റിമൂവ് ചെയ്തിട്ടുണ്ട്. 206AB-യും 206CCA-യും 206 1H എന്തായിരുന്നു? നമ്മുടെ 50 lakhന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ സെയിൽ വാല്യൂ 50 lakhന്റെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ട് ചെയ്യുന്ന CCS ഇല്ലേ, അത് ഒഴിവായി കിട്ടി. ഇനി മുതൽ ആ പ്രൊവിഷൻ ഇല്ല. പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യം ഞാൻ എന്താണെന്ന് പറയുന്നില്ല. അതേപോലെ 206AB-യും CCA-യും കണക്റ്റഡ് ആണ്. അതായത് TDS കട്ട് ചെയ്യുമ്പം ഈ ITR ഫയൽ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? TDS കട്ട് ചെയ്യുമ്പോൾ ഹയർ ടാക്സ് കട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു 206AB. അതേപോലെ തന്നെ TCS കളക്ട് ചെയ്യുമ്പോൾ ഹയർ TCS കളക്ട് ചെയ്യണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു 206CCA. ഇതൊക്കെ എപ്പോൾ ആപ്ലിക്കബിൾ? നോൺ ഫയലിംഗ് ഓഫ് ITR ഫയൽ ചെയ്യുന്നത് നോൺ ഫയലേഴ്സ് ആണ്. അതായത് ITR ഫയൽ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ TDS-ഉം TCS-ഉം കട്ട് ചെയ്യുമ്പോൾ ഹയർ റേറ്റ് ആക്കും എന്നുള്ള ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ റിമൂവ് ചെയ്തു തോന്നുന്നു. ഇപ്പോൾ പ്രൊവിഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഈ പുതിയ ബഡ്ജറ്റിൽ വന്ന അമാറ്റങ്ങൾ അതൊക്കെയായിരുന്നു. അങ്ങനെ DDS ആൻഡ് DCS-ലെ കാര്യവും പറഞ്ഞു. അടുത്തത് റിട്ടേൺ ഓഫ് ഇൻകം ആണ്. റിട്ടേൺ ഓഫ് ഇൻകത്തിൽ കാര്യമായ വലിയ സംഭവങ്ങളില്ല. അതായത് ഒന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ആധാർ എൻറോൾമെന്റ് ID കൊടുക്കാമായിരുന്നു പാൻ എടുക്കുമ്പോൾ. പാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ നമ്പർ തന്നെ വേണമെന്നില്ല. ആധാർ എൻറോൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത എൻറോൾമെന്റ് ID ആയാലും മതിയായിരുന്നു. ഇനി അത് പറ്റൂല, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇതാണ് ഇവിടെയുള്ള അമെൻമെന്റ്. ആധാർ നമ്പർ തന്നെ വേണം. ആധാർ നമ്പർ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് വിത്ത് എഫക്ട് ഫ്രം 1/10/2024. എൻറോൾമെന്റ് ID ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്ഡേറ്റഡ് റിട്ടേണിൽ വന്ന അമെൻമെന്റ് ആയിരുന്നു. അപ്ഡേറ്റഡ് റിട്ടേൺ എന്താണെന്ന് അറിയാലോ? അതായത് ബിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്യാം. അതായത് നമ്മൾ ബിലേറ്റഡ് ഫയൽ ചെയ്തില്ല, ഒക്കെ ലാപ്സ് ആയി പോയി, ദെൻ വി ക്യാൻ ഫയൽ അപ്ഡേറ്റഡ് റിട്ടേൺ. അപ്ഡേറ്റഡ് റിട്ടേൺ ഇപ്പോൾ 4 വർഷം വരെ ഫയൽ ചെയ്യാൻ പറ്റും. അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയി അസസ്മെന്റ് എൻഡ് ആയിട്ട് 4 വർഷം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ലോസ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല, റീഫണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല, ടാക്സ് ലയബിലിറ്റി കുറക്കാൻ പറ്റില്ല. നമുക്കറിയാലോ ടാക്സ് ലയബിലിറ്റി കുറക്കാൻ പറ്റില്ല, ടാക്സ് റീഫണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ നോർമൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ഡേറ്റ് റിട്ടേൺ ഇപ്പോൾ ഓൺലി വൺസ്, ഒറ്റ തവണ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും അപ്ഡേറ്റ് റിട്ടേൺ, ഒരു വർഷത്തെ അപ്ഡേറ്റ് റിട്ടേൺ ഒറ്റ തവണ പറ്റുള്ളൂ, വീണ്ടും ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മളുടെ ഈ ടാക്സ് പേയ്മെന്റ് അഡീഷണൽ, ഇപ്പോൾ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അഡീഷണൽ ടാക്സ് വരും. അഡീഷണൽ ടാക്സിന്റെ പെർസെന്റേജ് ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 ക്രൈറ്റീരിയ ആയിട്ട് പറയാം. അതായത് വിത്തിൻ 12 മന്തിന്റെ ഉള്ളിലാണ് ഞാൻ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ 25% ഓഫ് ടാക്സ് പേയബിൾ പ്ലസ് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞ്, അതായത് വിത്തിൻ 12 മന്ത് അല്ല, ആഫ്റ്റർ 12 മന്ത് ആണ്, ബട്ട് വിത്തിൻ 24 മന്ത് ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ടാക്സ് പേയബിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ആഫ്റ്റർ 24 മന്ത് ആണ്, ബട്ട് ബിഫോർ 36 മന്ത് ആണെങ്കിൽ 60% ഓഫ് ടാക്സ് പേയബിൾ പ്ലസ് ഇൻട്രസ്റ്റ്. ആഫ്റ്റർ 36 മന്ത് ബട്ട് ബിഫോർ 48 മന്ത് ആണെങ്കിൽ 4 വർഷം ഇല്ല, 4 വർഷത്തിന്റെ ടൈം ഗ്യാപ്പാ പറയുന്നത്, 70% ഓഫ് ടാക്സ് പേയബിൾ പ്ലസ് ഇൻട്രസ്റ്റ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ പ്രീവിയസ് ഇയർ 2025-26
അസസ്മെന്റ് ഇയർ 26-27 അല്ലേ? അപ്പൊ 26-27 എൻഡ് ആവുന്ന എപ്പോഴാണ്? 31/3/2027. ഇവിടെ നിന്നാണ് പിന്നെ അപ്ഡേറ്റ് റിട്ടേൺ നമുക്ക് ചെയ്യാൻ പറ്റുക, കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇവിടെ നിന്ന് ആ 12 മാസത്തിനുള്ളിലാണെങ്കിൽ, അതായത് 31/3/2028 ആണെങ്കിൽ 25% ഓഫ് ടാക്സ് പേയബിൾ. അവിടെ നിന്ന് 12 മാസം കഴിഞ്ഞ് ബട്ട് 24 മാസത്തിനുള്ളിലാണെങ്കിൽ, അതായത് 2029 വരെയാണെങ്കിൽ 50% ഓഫ് ടാക്സ് പേയബിൾ ഇസ് ഇൻട്രസ്റ്റ്. അതും കഴിഞ്ഞ് 24 മാസം കഴിഞ്ഞ് 36 മാസം വരെയാണെങ്കിൽ, അതായത് 2030 വരെയാണെന്നുണ്ടെങ്കിൽ 60% ഓഫ് ടാക്സ് പേയബിൾ പ്ലസ് ഇൻട്രസ്റ്റ്. അതും കഴിഞ്ഞ് 48 മാസത്തിനുള്ളിലാണെങ്കിൽ, അതായത് 31/3/2030 വരെ അതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 70% ഓഫ് ടാക്സ് പേയബിൾ പ്ലസ് ഇൻട്രസ്റ്റ്. 60-യും 70-യാണ് മാറിയത്, ചേഞ്ച് ആയത്. അതായത് ചേഞ്ച് ആയതെന്നല്ല, ആദ്യം ഇത് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇത് കൂടി വന്നു. പണ്ട് 2 വർഷമായിരുന്നു, ഇപ്പൊ 4 വർഷമാക്കി. അതാണ് ചേഞ്ച്. അപ്പൊ 4 വർഷത്തിലുള്ള അഡീഷണൽ ടാക്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് ഫൈനലി കംപ്ലീറ്റഡ്. ഇതേ ഉള്ളൂ ഡീറ്റെയിൽ അമെന്റ്മെന്റ്. ഇതിനാണ് പുതിയ റെക്കോർഡറൊക്കെ വാങ്ങാൻ നിൽക്കുന്നത്. ഒരാവശ്യമില്ല. വൈ യു ആർ പർച്ചേസിംഗ് അഗെയിൻ റെക്കോർഡർ ക്ലാസ്സസ് ഫോർ സച്ച് അമെന്റ്മെന്റ്സ്? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ യു ആർ പർച്ചേസിംഗ് അഗെയിൻ 100 ഹവേഴ്സിലൊക്കെ റെക്കോർഡ് വീഡിയോസ് വീണ്ടും കണ്ട് കാണാൻ നിൽക്കുക? എന്തിനാ അതിന്റെ ആവശ്യം? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് വീഡിയോസ് ഒന്നും ഇങ്ങനെ, അതായത് ഈ പറഞ്ഞ അമെന്റ്മെന്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ബുക്കിൽ അമെന്റ്മെന്റ് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചൂടെ? വൈ യു ആർ അഗെയിൻ ചെലവാക്കുന്ന എന്തിനാ? അഗെയിൻ ചെലവാക്കണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുന്ന എന്തിനാ? ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് കംഫർട്ടബിൾ. എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഹാവ് എനി കൺസേൺസ് യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ. ഐ വിൽ കോൺടാക്ട് മൈ നമ്പർ 8943081450 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് PDF കിട്ടാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ PDF ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡൗൺലോഡ് ദി PDF. ഓക്കെ, അമെൻമെന്റ് PDF. സോ see you, bye with next video. ഓക്കെ, സോ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കമന്റ് ആണ് എന്റെ ഊർജ്ജം, അത് മറക്കരുത്. നിങ്ങളത് മറന്നാൽ ഞങ്ങളീ മറക്കേണ്ടി വരും, പക്ഷെ ഞങ്ങളെ മറക്കൂല. ലവ്. ഓക്കെ, സോ see you, bye, see you next video, bye.